വെൽക്കം ടു ദി ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് BMH ഡോക്ടർ ചാറ്റ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് BMH ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ജസ്ലി കെ എബ്രഹാമാണ്. വെൽക്കം സർ. സർ, OPയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കേസാണ് പ്രമേഹം എന്ന് പറയുന്നത്. വെരി കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരിലും തന്നെ കാണിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ? പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാരുടെ ഭാഷയിൽ ഷുഗർ എന്നറിയപ്പെടുന്നു. അത് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. അത് മുഖാന്തരം ശരീരത്തിലുണ്ടാകുന്നതായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹം എന്തുകൊണ്ട് ഷുഗർ കൂടുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഒന്നിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ല, അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ല. ഇത് രണ്ടിൻ്റെയും കാരണത്താലാണ്. അതാണ് അതിൻ്റെ ബേസിക് മെക്കാനിസം. ബാക്കി ഇപ്പോൾ പുതിയ ഗവേഷണങ്ങൾ അനുസരിച്ച് പല മെക്കാനിസംസും ഇതിൻ്റെ പുറകിൽ അല്ലാതെയും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മെക്കാനിസംസാണ്. പക്ഷേ പ്രൈമറിലി ഈ രണ്ട് കാരണത്താൽ ശരീരത്തിൻ്റെ ബ്ലഡ് ഷുഗർ നോർമൽ നിയന്ത്രണത്തിലിരിക്കേണ്ടത് നിയന്ത്രണത്തിനപ്പുറമായി കൂടുതലായി വന്നിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒന്നിൽ അന്നേരം തന്നെ അല്ലെങ്കിൽ കാലക്രമേണ അത് ശരീരത്തിൽ ദോഷകരമായി ഉണ്ടാക്കുന്നു. അതാണ് പ്രമേഹം അടിസ്ഥാനമായിട്ട് ബേസിക് എല്ലാവർക്കും അറിയേണ്ടതായുള്ള കാര്യം. ഈ പ്രമേഹമുണ്ട് എന്ന് ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അതെങ്ങനെ ആ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്? നമ്മളിപ്പം ഒരു 100 പേരിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 പേരിൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 50% ആൾക്കാർക്കും പ്രമേഹത്തെ പറ്റി വലിയ ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നവർക്ക് അതൊരു വിഭാഗത്തിലിരിക്കുമ്പോൾ തന്നെ അത് ഡയഗ്നോസിസ് ചെയ്തു വരുമ്പോൾ നമ്മൾ പ്രമേഹം എന്നുള്ള നിർണയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പഠനങ്ങൾ പറയുന്നത് ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് നമുക്കുള്ളതിനേക്കാട്ടിലും ഏകദേശം പകുതിയായി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു 50% ആൾക്കാർക്ക്, 50% ആൾക്കാർക്ക് യാതൊരു രോഗലക്ഷണം കാണണമെന്നില്ല. എന്നാൽ ബാക്കി ഉള്ളവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നൊരു കുറച്ച് കാലഘട്ടത്തിനുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ക്ഷീണം, അമിതമായ ക്ഷീണം, കൂടുതൽ വെള്ളം കുടിക്കുക, എത്ര വെള്ളം കുടിച്ചാൽ മൂത്രം ഫ്രീക്വൻ്റായിട്ട് പൊക്കോണ്ടേ ഇരിക്കുക, പനിയൊന്നും ഇല്ലാതെ തന്നെ എത്ര വെള്ളം കുടിച്ചാലും മൂത്രം പോകണം, വീണ്ടും വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ ആഹാരം നമ്മൾ കഴിക്കും തോറും വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ വീണ്ടും ആഹാരം കഴിക്കുകയും ചെയ്യും. ഇതാണ് 3 മെയിൻ സിംറ്റംസായിട്ട് പ്രമേഹത്തോടനുബന്ധിച്ച്. അല്ലാതെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം മൂത്രം പോകുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഫംഗസ് ഇൻഫെക്ഷൻ പിടിക്കാം, അല്ലെങ്കിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കരിയാതെ വരാം. അങ്ങനെ കുറച്ച് വിഷയങ്ങൾ, അല്ലെങ്കിൽ റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. സപ്പോസ് ഇപ്പം TB ഉള്ളൊരു വ്യക്തിയാണ്, ട്യൂബർക്ലോസിസ് വന്നവർക്ക് നമ്മളിപ്പം പ്രമേഹം നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതല്ലാതെ അതായത് നമ്മൾ സാധാരണ പറയുന്നത് അമിതമായ വെള്ളം കുടിക്കുന്നു, അമിതമായ വെയിറ്റ് നഷ്ടപ്പെടുന്നു, അമിതമായ ആഹാരം കഴിച്ചിട്ടും വെയിറ്റ് നമുക്ക് പിക്കപ്പ് ചെയ്യാതെ ഇരിക്കുന്നു. പിന്നെ എക്സ്ട്രീമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണ് അബോധാവസ്ഥയിലൊക്കെയായി ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ ശരീരത്തെ ജലാംശം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയായിട്ടൊക്കെ വരുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ പ്രൈമറിലി ഇതാണ്. പിന്നെ നമ്മളെല്ലാവരും അറിയാൻ പോലെ തന്നെ നമ്മുടെ മുറിവ് കരിയാതെയും അങ്ങനെ ഉള്ള വിഷയങ്ങളുണ്ടാകും. ഈ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ ടൈപ്പ് 1 ഡയബറ്റിക്സ്, ടൈപ്പ് 2 ഡയബറ്റിക്സ്, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പ്രമേഹത്തിനെ പറ്റി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഇറക്കുന്നതായിട്ടുള്ള പല വേൾഡ് വൈഡ് ഏജൻസീസ് അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പുകളുണ്ട്. അവർ മുഖാന്തരം ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും RSSDA എന്നാണ് അതിൻ്റെ സംഘടന പറയുന്നത്. അതിന് പ്രകാരം അവർ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം പ്രമേഹം 4 ടൈപ്പാണ്. ടൈപ്പ് 1, ടൈപ്പ് 2, പിന്നെ വേറെ ഒരു ഗ്രൂപ്പിൽ പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന അതർ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ഗ്രൂപ്പാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല, അത് കാരണത്താൽ ഷുഗർ കൂടുന്നു. അത് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ അതാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് വേണ്ടുന്ന രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല, അതാണ് ടൈപ്പ് 2. പിന്നെ ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് പല കാരണങ്ങളുണ്ട്. ഹെറിഡിറ്ററി വെറൈറ്റി ഉണ്ട്, എന്ന് പറഞ്ഞാൽ ജന്മന അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വെറൈറ്റി, പിന്നെ പാൻക്രിയാസിന് അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന വെറൈറ്റി, അങ്ങനെ പിന്നെ സ്റ്റീറോയിഡ് കാണുന്നതാൽ ഉണ്ടാകുന്ന വെറൈറ്റി. ഇതെല്ലാം കൂടെ ആ ഒരു ഗ്രൂപ്പിലായിരിക്കുന്നത്. പിന്നെ അവസാനമുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഡയബറ്റീസ്. അങ്ങനെയാണ് അതിൻ്റെ 4 തരമായിട്ട് പറയുന്നത്.
സർ, ഈ ഡയബറ്റിക്സ് പാരമ്പര്യമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മുൻകാലത്ത് വെച്ച് നോക്കുമ്പം ഇപ്പം ഡയബറ്റിക്സ് ഭയങ്കര കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ ഈ ഷുഗറിൻ്റെ ലെവൽ ഇത്രയും ആൾക്കാരിൽ കൂടുതൽ കാണിക്കുന്നത്? അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം പാരമ്പര്യം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞാനത് ഒരു അതർ ടൈപ്സ് എന്നുള്ളതിൻ്റെ അകത്തൊരു പാരമ്പര്യം പറഞ്ഞു. അത് പ്യുവറായിട്ടും ജനറ്റിക്കായിട്ട് ട്രാൻസ്ഫറായി വരുന്നൊരു കാര്യമാണ്. അത് യൂഷ്വലി കുറച്ച് പ്രായം കുറഞ്ഞത്. നേരത്തെ നമുക്കൊരു ഒരു തരംതിരിപ്പുണ്ടായിരുന്നു, 30 വയസ്സിന് താഴെയുള്ളവർ, 30 വയസ്സിന് മുകളിലുള്ളവർ. അപ്പോൾ അതിൻ്റെ അകത്ത് ജുവനൈൽ ഡയബറ്റിസ്, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ്. അപ്പം ഈ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഇൻ ദി യങ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പ് 2 ഡയബറ്റിസ് ചെറിയ പ്രായക്കാരിൽ കാണുമ്പോൾ നമ്മൾ സാധാരണ ഇൻസുലിൻ ഇല്ലാന്നേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് പാരമ്പര്യമായിട്ട് തന്നെ ജനറ്റിക്കായിട്ട് തന്നെ മാറുന്നത്. ഏറിയ പങ്കും നമ്മൾ കാണുന്നതായിട്ടുള്ള ടൈപ്പ് 2 എന്ന് പറയുന്നത്, ഇപ്പോൾ കാണുന്ന ഡയബറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്, അത് ഒരു 100%. ഇപ്പോൾ എൻ്റെ പേരൻസിന് ഒരാൾക്കുണ്ടായെങ്കിൽ എനിക്കും ഉണ്ടാകും എന്നുള്ളതല്ല അതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അതൊരു കോമ്പിനേഷനാണ്. നമുക്കൊരു ജനറ്റിക് ടെൻഡൻസി, അതിൻ്റെ അത് ജനിതകമായിട്ടുള്ളൊരു സാധ്യത നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ ജീവിതശൈലിയും അതിനെ ക്രമപ്പെടുത്താതുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷുഗറിനെ നിയന്ത്രിക്കത്തക്കൊണ്ടുള്ള നിലവാരത്തിലല്ലാത്ത ജീവിതശൈലി നമ്മൾ പിന്തുടർന്ന് കാരണം അമ്മയൊക്കെ കൂടുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമുക്കുണ്ടാകുന്നത്. അതിനകത്ത് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും അതായത് നമുക്ക് കിട്ടാൻ ഒരു പേരൻറ്റിനുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ 20% ആണെങ്കിൽ 2 മാതാപിതാക്കൾക്കും ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50% സാധ്യതയുള്ളത്. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മൾ അധികം വ്യായാമം ഒന്നും ഇല്ല, നമ്മൾ വെറുതെ ഇരുന്നും അമിതമായി കഴിച്ച് വണ്ണം വെക്കുന്ന സാധ്യത, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ സാധ്യതകൾ പിന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൂടുക ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാരമ്പര്യം എന്നുള്ളൊരു പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം സാർ പറയുന്ന അനുസരിച്ച് നമ്മുടെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലുള്ള ഈ ജങ്ക് ഫുഡ് അതെല്ലാം ഇതിന് മെയിൻ ഒരു റീസൺ ആണ്. അതായത് നമുക്കൊരു പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, ഇപ്പം എൻ്റെ ഫാദറിനും മദറിനും ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ അത് മുൻകരുതി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ തുടക്കം തൊട്ടേ ക്രമപ്പെടുത്തിക്കൊണ്ട് അമിതമായ ആഹാരം കഴിക്കുകയോ വണ്ണം വെക്കുകയോ ചെയ്യാതെ വണ്ണം ആവശ്യത്തിന് വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെയും നമ്മുടെ ഹൈറ്റിന് ഒത്തവണ്ണമുള്ള ഭാരത്തിൽ നമ്മൾ അതായത് അതിൻ്റെ അലൗഡായിട്ടുള്ളൊരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ നിയന്ത്രിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം ഒരു പക്ഷേ വരാതെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വരാനായിട്ടുള്ള കാലം കുറച്ചുകൂടെ നീട്ടി വെച്ചും നമുക്ക് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ കുട്ടികളിൽ, ഇത് മുതിർന്നവരിലേക്ക് വരുമ്പോഴാണോ നമ്മളിത് കൺട്രോൾ ചെയ്ത് വരുന്നത്? കുട്ടികളിൽ ഇപ്പം പ്രമേഹം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുട്ടികളിൽ ഏറിയ പങ്കും ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. പക്ഷേ നമ്മൾ ഈ ടീനേജേഴ്സിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കിനും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 സാധ്യതകളാണ്. മുമ്പ് നമ്മളെല്ലാം കരുതിയിരുന്നത് പോലെ ടൈപ്പ് 1 ഒന്ന്, 2 ടൈപ്പ് 2, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്പ് 2 പ്രമേഹം, അതായത് അമിതവണ്ണവും മറ്റു കാര്യങ്ങളാൽ ഉണ്ടാകുന്നത്. പിന്നെ ടൈപ്പ് 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണോജനിക് അല്ലെങ്കിൽ ജനറ്റിക് വേരിയൻ്റ് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്നതായിട്ടുള്ള ഈ ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ കുറച്ചുകൂടി ചെറിയ പ്രായങ്ങളിൽ കണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമിതവണ്ണവും വ്യായാമമില്ലായ്മയാണ്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ നമ്മളുടെ ഒരു പൊതുവേ ഉള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ കേരളത്തിലുള്ള മാതാപിതാക്കളുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ കൊച്ച് നല്ല വണ്ണമായി ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. കളിച്ചു കൊടുത്തൊന്നും ആ വണ്ണം കൊണ്ടുപോയി കളയരുത്, മെലിഞ്ഞിരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി പൊതുവെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിനുണ്ട്. അത് കുറച്ച് കൊച്ചിൻ്റെ ഭാവിയെ കുറച്ച് ദോഷമായിട്ടത് ബാധിക്കും. ഒട്ടും വ്യായാമമില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൊബൈൽ കൾച്ചറും ഒക്കെ വരുമ്പോഴത്തേക്കിന് ആരും അങ്ങനെ കളിക്കാനും എടുക്കാനും ഒന്നും പോകാതിരിക്കുന്നതുകൊണ്ട് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ബർഗർ മാത്രമല്ല മറ്റ് പല ഫുഡ്സും അതിൻ്റെ അകത്തിപ്പം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഏത് ആഹാരം നമ്മളുടെ അമിതമായിട്ടുള്ള കാലറി കണ്ടൻറ്റ് കൂടുതലായി വന്ന് നമുക്ക് വണ്ണം വെപ്പിക്കുന്ന സാധനമാണെങ്കിൽ അതെല്ലാം ജങ്ക് ഫുഡാണ്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡിങ് ഐസ്ക്രീം ഉള്ളത് പറഞ്ഞാൽ. അപ്പം അത് നമ്മൾ ഒഴിവാക്കി കൂടുതൽ വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരഭാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെയ്യേണ്ട ആവശ്യം. ഇപ്പം ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്ന് ഷുഗർ പോസിറ്റീവ് ആണ് എന്ന് കണ്ടാൽ നമ്മൾ ഉടനെ അവർക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. നമ്മൾ ആദ്യം ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മെഡിസിൻ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യേണ്ട ബേസിക് ആയിട്ട് റെഗുലർ ഒരു ചെക്കപ്പുകൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓക്കെ, നമ്മളിപ്പം ആദ്യമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 85% ആൾക്കാരും ടൈപ്പ് 2 പ്രമേഹ രോഗികളാണ്, ബാക്കി 15% ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒ പിയിൽ ഇപ്പം നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും ടൈപ്പ് 2 ആയതുകൊണ്ട്
നമ്മൾ ആ സമയത്ത് അവർ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ രണ്ടും നോക്കുന്നു, പിന്നെ 3 മാസത്തെ ആവറേജ് എന്ന് പറയുന്ന HbA1c അത് നമ്മൾ നോക്കും. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ സാധാരണ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് കൊളസ്ട്രോളും തരംതിരിച്ച് നോക്കുന്നു. കിഡ്നി ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നോക്കുക, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുക, പിന്നെ ECG, ഒരു ചെസ്റ്റ് എക്സ്റേ, യൂറിൻ്റെ അകത്ത് ഒരു ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് മൂത്രത്തിൽ കൂടെ ശരീരത്തിലെ പ്രോട്ടീൻ ലീക്കായി പോകുന്നുണ്ടോ, കിഡ്നി ഡാമേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണത്. ഇത്രയുമാണ് നമ്മൾ പ്രധാനം. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റിൻ്റെ അകത്തും സാധാരണ ബ്ലഡ് കൗണ്ടും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കൂട്ടത്തിൽ നമ്മൾ നോക്കിയാണ് ആ ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഷുഗറിനോട് സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഈ ഞാൻ നേരത്തെ മുമ്പേ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പം ഫാസ്റ്റിങ്ങിലുള്ള ബ്ലഡ് ഷുഗർ നോക്കും, പിന്നെ HbA1c നോക്കും, പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളത് നോക്കും. അപ്പം ഇത് മൂന്നും ഡിഫൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പം ചില പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ ടെസ്റ്റിന് ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് അവർ വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ കാണിക്കും. അപ്പോൾ അത് വെച്ചിട്ട് മരുന്ന് കുറച്ചേ കൊടുക്കുകയുള്ളൂ. പക്ഷെ അവർ ഇത് കഴിയുമ്പം ഡയറ്റ് ശ്രദ്ധിക്കാതെ നോക്കും. അപ്പം ഇത് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c, ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്താ, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ നോക്കുമ്പോൾ അത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മിനിമം 8 മണിക്കൂർ ആഹാരം കഴിക്കാതെ ഉള്ളതായിരിക്കണം ഷുഗർ വാല്യൂ, മിനിമം. ഓക്കെ, അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പിന്നെ ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ ആകുമ്പോഴുള്ള ഷുഗറാണ് പോസ്റ്റ് പ്രാൻഡിയൽ അല്ലെങ്കിൽ പറയുന്നത്. HbA1c എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷുഗറിൻ്റെ ഒരു ആവറേജ്, നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഷുഗറിൻ്റെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജിനെയാണ് HbA1c എന്ന് പറയുന്നത്. അത് ശരീരത്തിലെ ചുമന്ന രക്തകോശങ്ങളിൽ അളക്കുന്നതായിട്ടുള്ള HB അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഷുഗർ കയറി ഒട്ടിപ്പിടിച്ചിരിക്കും. ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഷുഗർ ഒരിക്കലും മാറാൻ പറ്റുന്നതല്ല. സോ അതുകൊണ്ടിപ്പം മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ സമയം ആകാറാകുമ്പോഴത്തേക്കും എല്ലാവരും നിയന്ത്രിച്ചിട്ട് വന്ന ഷുഗർ കാണിക്കും. അത് നോർമലായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ അങ്ങനെയുള്ളപ്പം ഈ കഴിഞ്ഞ 3 മാസം അവരുടെ കൺട്രോൾ ശരിയല്ലായിരുന്നെങ്കിൽ ഈ ഷുഗർ HbA ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാറാത്തിടത്തോളം കാലം ആ HbA1c കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഷുഗർ നിർണ്ണയിക്കുന്ന സമയത്തും പറയുന്നത് ഫാസ്റ്റിങ്ങും PPBS നോക്കുമ്പോൾ ഈ HbA1cയും കൂടുതലാണെങ്കിൽ ഈ ഷുഗർ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ നിയന്ത്രിക്കുന്നത്. അതാണ് HbA1cയും ഫാസ്റ്റിങ്ങും PPBSും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ഷുഗർ പോസിറ്റീവാണ്, നമ്മൾ മെഡിസിൻ അഡ്വൈസ് ചെയ്തു. അപ്പം അതിൻ്റെ പാരലലി നമ്മൾ ജീവിതശൈലിയിലുള്ള ഒരു ക്രമം നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര മരുന്ന് നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ അടിസ്ഥാന ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റമാണ്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതശൈലി, പ്രത്യേകിച്ചും ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗം എന്നാണ് പറയുന്നത്. അപ്പം അതിന് ജീവിതശൈലി ശരിയാകാഞ്ഞുകൊണ്ടാണ് അത് ഉണ്ടായത്. ഓഫ് കോഴ്സ് ജനിതകമായിട്ടുള്ളൊരു ഒരു ഘടന അതിൻ്റെ അകത്തൊരു 10, 15, 20% നിൽക്കുന്നെങ്കിലും അതിൻ്റെ 80% ഉണ്ടാകുന്നത് ജീവിതശൈലി ശരിയാകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാന ചികിത്സ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റം എന്നുള്ളതാണ്. മരുന്ന് കഴിഞ്ഞേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള അതിനാണ്. ഒന്ന്, നമ്മൾ ആഹാരം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ബേസിക് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ള ഒന്നും കഴിക്കരുത്. ദാറ്റ് ഈസ് ബേസിക്കലി അത് തുടക്കത്തിൽ. അപ്പം നമ്മൾ കാരണം ഈ ഷുഗർ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അപ്പം ആദ്യമേ നമ്മൾ ആക്ച്വലി മധുരം പൂർണ്ണമായി ഒഴിവാക്കുക. അതിൻ്റെ അകത്ത് റിഫൈൻഡ് ഷുഗേഴ്സ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. റിഫൈൻഡ് ഷുഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കിട്ടുന്ന പഞ്ചസാര, ഓക്കെ, ദാറ്റ് ഈസ് അതാണ് റിഫൈൻഡ് ഷുഗർ. അപ്പോൾ ആ ഷുഗർ അടങ്ങുന്നതായിട്ടുള്ള സാധനങ്ങളോ, അതിൻ്റെ അകത്ത് ഐസ്ക്രീമുണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ഇതല്ല, ദീസ് ആർ ഓൾ സ്വീറ്റ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ അതാ ഞാൻ പറഞ്ഞ മധുരമുള്ളത് ആദ്യമേ നമ്മൾ ഒഴിവാക്കുക. 1. 2, ഈ ഹൈ കാലറി ആഹാരങ്ങൾ ചെല്ലുന്നത് നമ്മൾ ഒഴിവാക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ പച്ച ബ്രെഡ്, പിന്നെ ബിരിയാണി റൈസ്, പച്ചരി അല്ലെങ്കിൽ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, അപ്പം ആയിരിക്കാം, വെടിയപ്പം ആയിരിക്കാം, അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആഹാരങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഷുഗർ നന്നായിട്ട് കയറി കൂടും, പെട്ടെന്ന് കൂടും, അതുപോലെ കുറയും. പിന്നെ ആ ഷുഗറാണ് പിന്നെ അത് കൺവേർട്ടായി ചെന്ന് ഫാറ്റ്സായിട്ട് പിന്നെ കുറച്ചുകൂടെ മാറുന്നത്. പക്ഷേ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിന് പകരം നമ്മളിപ്പം ഗോതമ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ആഹാരത്തിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷുഗർ അത് മുഖാന്തരം കഴിക്കുന്നുണ്ടാകുന്ന ഷുഗർ വളരെ പെതുക്കെ കയറി വന്നിട്ട് അത്രയും ലെവലിൽ കയറാതെ ഒരു അത്യാവശ്യം വേണ്ടുന്ന ലെവലിൽ നിന്ന് അങ്ങനത്തെ ശരീരത്തിന് ക്ലിയർ ആയി പോകുന്നുള്ളൂ. വലിയ ഷുഗർ റൈസ് അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. സോ ഒന്ന്, ആഹാരത്തിനെ സംബന്ധിച്ചിടത്തോളം റിഫൈൻഡ് ഷുഗേഴ്സ്, പിന്നെ പച്ചരി കൊണ്ടുള്ളത്, മൈദ കൊണ്ടുള്ളത്, ഓക്കെ. അപ്പോൾ അതിൻ്റെ അത്
കേക്കും ഉൾപ്പെടും, പൊറോട്ട ഉൾപ്പെടും, എല്ലാം ഉൾപ്പെടും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ അറിയാം കാര്യങ്ങൾ എന്നാന്നുള്ളത്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സിമ്പിൾ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. അത്രയുമാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒഴിവാക്കേണ്ടത്. പകരം നമ്മൾ ഗോതമ്പ് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാത്ത ആഹാരങ്ങൾ നമ്മൾ എടുക്കുന്നു. ഒന്ന്. രണ്ട്, പഴവർഗ്ഗങ്ങളിനകത്ത് ഒത്തിരി മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ, ഉദാഹരണം ആപ്പിൾ, പെയർ ഫ്രൂട്ട്, അങ്ങനെയുള്ള സാധനം. മാങ്ങ, പൈനാപ്പിൾ, ചക്ക, ഇതൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വായി വെക്കുന്ന സാധനത്തിൽ എന്തിനെങ്കിലും അമിതമായ മധുരമുണ്ടോ അത് നമ്മളങ്ങ് ഒഴിവാക്കുക. അതാണ് അടിസ്ഥാനമായിട്ട്. രണ്ട്, വ്യായാമം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിനിമം അരമണിക്കൂർ നമ്മൾ ഒരു നല്ല വ്യായാമത്തിന് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കണം. അതിൽ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം, ഇപ്പം 5 ദിവസം നമ്മൾ നടക്കാനും ശരീരം അനങ്ങിയുള്ള വ്യായാമം ചെയ്യുമ്പോൾ ബാക്കി 2 ദിവസം നമുക്ക് വെയിറ്റ്സ് എടുത്തുള്ള അത്യാവശ്യം വെയിറ്റ്, വലിയ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് താങ്ങാൻ പറ്റുന്ന വെയിറ്റ്സ് എടുത്ത് നമ്മുടെ ശരീരത്തിന് ഒരു വ്യായാമം കൊടുക്കുന്നതാണ് റെക്കമെൻഡ്. ഡയറ്റും എക്സസൈസും ആണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഷുഗർ കുറയ്ക്കുന്നു, പിന്നെ നമ്മുടെ അമിത വണ്ണത്തെ നമ്മൾ കുറയ്ക്കുന്നു, വെയിറ്റ് ഭയങ്കര കുറയ്ക്കുക എന്നുള്ള അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് വെയിറ്റ് കുറച്ച് കൊണ്ടുവന്ന് നമ്മളുടെ റെക്കമെൻഡഡ് വെയിറ്റിൻ്റെ, അതായത് നമുക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് ചികിത്സ. അതിൻ്റെ പുറത്താണ് പിന്നെ നിയന്ത്രണം വന്നില്ലെങ്കിലാണ് മരുന്നുകൾ വരുന്നത്. ഈ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ചപ്പാത്തിയിലോട്ട് മാറും, എന്നിട്ട് 3 നേരം ചപ്പാത്തി കഴിച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്? ഒരു പരിധി വരെ അത് പോസിബിളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മൾ കൂടുതലും സാധാരണ ആഹാരത്തെ നിയന്ത്രണം ഞങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പം കിട്ടുന്ന കുത്തരി ഉണ്ട്, ആ കുത്തരിയാണ് ഞങ്ങൾ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നതെടുക്കുക. കാരണം അതിൻ്റെ അത് കുറച്ചുകൂടെ തവിടൂടെ അടങ്ങുന്ന ആയതുകൊണ്ട് ഒരു സാധാരണ വെള്ളയരി കഴിച്ചിട്ടുണ്ടാകുന്ന ഷുഗറിൻ്റെ അത്രത്തോളം റൈസ് ഈ കുത്തരി കൊണ്ടുള്ളതുണ്ടാകുന്നില്ല. എന്നിരുന്നാൽ പോലും അവിടെയും നമ്മളൊരു അളവ് പറയും, അല്ലെങ്കിൽ 1 തവി അല്ലെങ്കിൽ 1.5 തവി മാക്സിമം പറയുന്നുള്ളൂ. അപ്പം ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നില്ല, ചോറ് എടുക്കുന്നതിന് അളവ് നമ്മൾ കുറയ്ക്കുക എന്നുള്ള. പിന്നെ ചപ്പാത്തി പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ചപ്പാത്തി നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. ഓക്കെ, പ്രധാനപ്പെട്ട ചപ്പാത്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചും പറയാൻ പറ്റുന്നത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വീട്ടിൽ നമുക്ക് കിട്ടുന്ന ആട്ടയെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലത്. കടയിൽ നമുക്ക് കിട്ടുന്ന ചപ്പാത്തിയെക്കാട്ടിലും നല്ലതാണ്. കാരണം അത് ആട്ടയാണെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ പ്രയോജനം. അതും 2 ചപ്പാത്തി അല്ലെങ്കിൽ അത്രയും നമ്മൾ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഉദാഹരണം, നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമ്മൾ എടുക്കുമ്പം അതിൻ്റെ അകത്തൊരു ഒരു 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 ഡിവിഷൻ പറയുന്നുണ്ട്. അതായത് പ്ലേറ്റിനെ നമ്മളൊരു ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് പച്ചക്കറികൾ, സാലാഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ അധികം ഷുഗർ കയറാത്ത സാധനങ്ങളാണ് പച്ചക്കറിയും സാലാഡ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബാക്കി 1/4 ഭാഗത്ത് ചോറെടുക്കുന്നു, ബാക്കി 1/4 ഭാഗത്ത് നമ്മൾ ഇറച്ചിയോ മീനോ എന്താണെന്ന് വെച്ചാൽ എടുക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു എല്ലാം നല്ല നിയന്ത്രണത്തിലാകുമ്പം അതിൻ്റെ ചെറിയൊരു പോർഷനിൽ നമ്മൾ വേണമെങ്കിൽ അത്യാവശ്യം മധുരിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നുള്ളൂ. പക്ഷേ അത് തുടക്കത്തിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല കൺട്രോൾ ഉള്ളപ്പോഴേ നമ്മളത് പറയുള്ളൂ. അല്ലെങ്കിൽ മെയിൻ ഡിവിഷൻ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇതാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ ഈ എക്സ്ട്രാ ഇൻസുലിൻ കയറ്റുന്നതും മെഡിസിൻ കയറ്റുന്നതും തമ്മിൽ എന്താ ഒരു ഡിഫറൻസ്? അതിൻ്റെ അകത്ത് ഇപ്പം പ്രമേഹത്തിനൊരു നാച്ചുറൽ ഹിസ്റ്ററി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രമേഹം വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇപ്പം ടൈപ്പ് 2 പ്രമേഹം നമ്മൾ നിർണ്ണയിക്കുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് പകുതിയോളം കുറഞ്ഞു. അത് മുന്നോട്ട് പോകുമ്പോഴും അത് ക്രമേണ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കുറഞ്ഞു വന്നിട്ട് അവസാനം ഇൻസുലിൻ്റെ അളവ് വന്ന് 0-ലായിത്തീരും. ഇത് ടൈപ്പ് 2-ൽ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പം ആ 0-ലാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമാണ്. അപ്പം ചിലപ്പം എൽസയ്ക്ക് ചിലപ്പോൾ അത് 5 വർഷം ആകുമ്പോഴായിരിക്കും, എനിക്കത് 10 വർഷം കഴിഞ്ഞായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമുണ്ട്, അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതാ സംഭവം ഉണ്ടാകുന്നത്. സോ അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരുന്നത്. പിന്നെ അമിതമായിട്ട് ഷുഗർ കൂടി വരുന്നവരുണ്ട്. ഇപ്പോൾ സപ്പോസ് രോഗം നിർണ്ണയിക്കുന്ന സമയത്ത് ഷുഗർ ഒരു 500, 600 അല്ലെങ്കിൽ 300. ഇപ്പം നമ്മളുടെ ഇന്ത്യൻ സ്റ്റഡി ഗ്രൂപ്പ് ആണെങ്കിൽ, അമേരിക്കൻ സ്റ്റഡി ഗ്രൂപ്പാണ്, അവർ പറയുന്നത് ഫാസ്റ്റിംഗ് ഷുഗർ നമ്മൾ നിർണ്ണയിക്കുന്ന സമയത്ത് 250-ന് മുകളിലോ ഫുഡ് കഴിച്ചിട്ടുള്ളത് 300-ന് മുകളിലോ ആണെങ്കിൽ ഇൻസുലിനിലാണ് ചികിത്സ തുടങ്ങേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളത്തെ ശരീരത്തിലെ ഷുഗർ ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ പാൻക്രിയാസിന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു റിസർവ് ഉണ്ട്, അത് ഇറക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്നിട്ട് കുറയ്ക്കുമ്പോൾ വീണ്ടും പാൻക്രിയാസ് പ്രവർത്തിക്കാൻ തക്കണം സാധിക്കും. ഒരു പരിധി വരെ നമുക്ക് ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് മരുന്നിട്ട് കുറച്ച് എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം ഷുഗർ കൂടി വരുമ്പോൾ നമ്മൾ ഇൻസുലിൻ എടുക്കണമെന്ന് പറയുമ്പോഴത്തെ ആൾക്കാർക്കൊരു ഭീതിയുണ്ട്. പക്ഷേ അത് പെർമനൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇടുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഷുഗർ ലെവൽ കൊണ്ട് വരുന്നവർക്ക്.
അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ചിട്ട് പിന്നെ ഗുളിക ചേർത്ത് ഒരു നല്ല പങ്ക് ആൾക്കാർക്കും ഗുളികയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ ഗുളിക കഴിച്ചുകൊണ്ടൊക്കെ പോകുന്നവരായിരിക്കും. അതിൻ്റെ അവസാനം വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ ഒരു നാച്ചുറൽ പോക്ക് അങ്ങനെ ഇൻസുലിൻ അവസാനം ഇല്ലാതാകുമ്പോൾ അവർ ഇൻസുലിൻ തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ആ ഇൻസുലിൻ്റെ കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം മെഡിസിനിൽ തുടങ്ങിയ ആൾ ത്രൂ ഔട്ട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. ഒരു പോയിന്റ് വരുമ്പം ചിലപ്പോൾ അവർക്ക് ഇൻസുലിനിലേക്ക് മാറേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെഡിസിനിലേക്ക് മാറാൻ പറ്റും. ചിലർക്ക് ആദ്യമേ തന്നെ ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ മെഡിസിൻ മതി എന്ന് പറയുന്ന അതുണ്ട്. എന്നാൽ അതിന്റെ മറ്റു വശത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് പ്രമേഹത്തിന് ഇൻസുലിൻ ഇല്ലാതെ പറ്റില്ല. അത് കാരണം ദാറ്റ് ഈസ് ബിക്കോസ് അത് അബ്സല്യൂട്ട് ഇൻസുലിൻ്റെ ലെവൽ ശരീരത്തിൽ 0 അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർക്ക് ഇൻസുലിൻ ഇല്ലാതെ മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ടൈപ്പ് 1കാർക്കുള്ള പ്രത്യേകത. ഒത്തിരി കടുപ്പമുള്ള ഡയറ്റുകൾ, അതായത് സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെന്തെങ്കിലും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു? തീർച്ചയായിട്ടും. നമ്മളിപ്പം കുട്ടികളെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു വളരെ കോമൺ ഒരു ടേമാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ആ ഡയറ്റിൻ്റെ അകത്ത് ശരീരത്തിന് ആവശ്യമുള്ളതായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം, ഇൻക്ലൂഡിങ് കാർബോഹൈഡ്രേറ്റ്സ്. മനസ്സിലായില്ല? കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഷുഗറിൻ്റെ നിയന്ത്രണത്തെ പറ്റി നമ്മൾ ആ പ്ലേറ്റ് വിഭാഗിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ 1/4 ഭാഗമെങ്കിലും റൈസ് ഉപയോഗിക്കുന്നത്. കാരണം ആ അത്രയും ഒരു എനർജി സോഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കഠിനമായിട്ട് നമ്മളത് ഒഴിവാക്കണമെന്നില്ല. പക്ഷേ ഒരു സെക്ഷൻ ഗ്രൂപ്പ് അല്ലെ പറഞ്ഞാൽ അമിതമായിട്ട് വണ്ണമുള്ളവർ, പ്രത്യേകിച്ചും ഷുഗർ, കാർബ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചോറ് ഇങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാറുണ്ട്. അത് ആക്ച്വലി ലോങ് ടേം അവർ ആ വണ്ണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരിക്കത്തില്ല. കാരണം അവർ ആ വെയിറ്റ് ലൂസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ശരീരത്തിനുള്ള ഫാറ്റും പ്രോട്ടീൻസും ആ എനർജിക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നു. അപ്പം ആ കാർബോഹൈഡ്രേറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന വണ്ണം ഇല്ലാതാകുകയും ഫാറ്റ്സും പ്രോട്ടീൻസും അത് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അവരുടെ വെയിറ്റ് കുറയുന്നു. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം പൂർണ്ണമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയാൽ അത്ര വലിയ പ്രശ്നമില്ല ഒരു കാലഘട്ടം വരെ. പക്ഷേ അല്ലാത്തവർക്ക്, ഒരു നോർമൽ വെയിറ്റിലിരിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം കാർബോഹൈഡ്രേറ്റും ആവശ്യമാണ്. ഷുഗർ ഉള്ള പേഷ്യൻസിന് ഇപ്പം ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും എല്ലാം ഷുഗർ കണ്ടിന്യൂസ് ആ ഒരു ലെവലിൽ പോകുന്ന പേഷ്യൻസിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഷുഗർ കാരണം ചിലപ്പം യൂറിൻ പ്രശ്നങ്ങൾ കാണാം, അല്ലെങ്കിൽ ചിലപ്പം ഹാർട്ട് ഡിസീസസ്, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ നഖത്തിന് പ്രശ്നങ്ങൾ വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ആയിരിക്കുമോ? എല്ലാവർക്കും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടോ? അതോ പ്രത്യേക? അങ്ങനെ വരുന്നില്ല. ചിലവർക്ക് ഇപ്പം ഒരു നല്ല ശതമാനം ആൾക്കാർക്കും യാതൊരു പ്രശ്നമില്ലാതെ പോകാനുള്ളതായ ഒരു എൻവയൺമെൻറ്റ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഷുഗർ തുടക്കം തൊട്ടേ അവർ നല്ലതായിട്ട് നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ അത്ര വലിയ കുഴപ്പങ്ങൾ അങ്ങനെ കാണാറില്ല. ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം തന്നെ നയിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ഷുഗർ ഉള്ളവർക്ക് ഇപ്പം സപ്പോസ് മൂത്രത്തിൽ ഇൻഫെക്ഷന്, അല്ലെങ്കിൽ മൂത്രം പോകുന്ന ഭാഗത്തുള്ള ഇൻഫെക്ഷന്, പിന്നെ മുറിവ് ഉണ്ടായിട്ട് കരിയാതെ, ഇതൊക്കെ ഷുഗർ ഉള്ളവർക്കും എപ്പോഴെങ്കിലും ഉണ്ടാകാം. ഹാർട്ടിന് അസുഖം ഉള്ളത് ഇപ്പം നമ്മളിപ്പം ഷുഗർ നന്നായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ ഹാർട്ടിന് ഒരിക്കലും അസുഖം ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല. ഒരു നോർമൽ വ്യക്തിയെ ഒരു ഡയബറ്റിക്കിനെ വെച്ച് നോക്കുമ്പോൾ ആ ഷുഗർ നിയന്ത്രിക്കാത്ത ഒരാളെയും ഷുഗർ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഹാർട്ടിന് അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം 60 അല്ലെങ്കിൽ 70% കുറവാണ് മറ്റേ വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് സീറോ. ദർ ഇസ് നോ സീറോ, അബ്സല്യൂട്ട് സീറോസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്തില്ല. പക്ഷേ റിസ്ക് ഒത്തിരി നമുക്ക് കുറയ്ക്കി വരാനായിട്ട് നമുക്ക് പറ്റും. മുറിവുകൾ അതുപോലെ തന്നെ ഇപ്പം മുറിവ് കരിയാതിരിക്കുന്നതും മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുന്നതിനും ഒക്കെ ഒത്തിരി സാധ്യതകൾ തുടക്കം തൊട്ടേ ഷുഗർ കൺട്രോൾ ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനത്തെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഷുഗർ കൺട്രോൾഡ് അല്ലാത്ത മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ മരുന്ന് സ്കിപ്പ് ചെയ്യുന്നു, അപ്പോഴും ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നില്ല, അങ്ങനെ പോകുന്ന എപ്പോഴും ഹൈ ആയി തന്നെ പോകുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? ഓക്കെ, ബ്രോഡ്ലി അതിനെ നമ്മൾ തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ഇല്ലാത്തവർക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതിനാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുന്നത് ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും ബാധിക്കാം. അതിനകത്ത് വരുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് മെയിനായിട്ട് തിരിക്കുന്നത്. ഒന്ന് മൈക്രോവാസ്കുലർ എന്ന് പറയുന്നത്, എന്നാൽ എന്ന് വെച്ചാൽ ശരീരത്തിലെ ചെറിയ രക്തധമനികളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒരു സെറ്റും, ശരീരത്തിലെ അല്പം കൂടെ വലുപ്പമുള്ള രക്തധമനികളെ ബാധിക്കുന്നതാണ് മറ്റേ സെറ്റ്.
ആദ്യത്തെ സെറ്റാണ് നമ്മൾ അറിയുന്ന 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് കണ്ണിനെ ബാധിക്കുന്നത്, മറ്റേത് കിഡ്നിയെ ബാധിക്കുന്നത്, 3 നാഡികളെ ബാധിക്കുന്നത്. കാരണം ഈ അവയവങ്ങൾക്കെല്ലാം ചെറിയ ചെറിയ അതിൻ്റെ ചെറിയ ചെറിയ രക്തകോശങ്ങളാണ് അതിൻ്റെ സപ്ലൈയിലേക്ക് പോകുന്നത്. അപ്പോൾ കാരണം ഒരു കണ്ണിൻ്റെയൊക്കെ രക്തകോശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണൊന്നാമത് ചെറുതാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് രക്തകോശങ്ങൾ ആർട്ടറീസ് എന്ന് പറയുന്ന ബ്ലഡ് സപ്ലൈ വളരെ ചെറിയതാണ്. അപ്പം അങ്ങനെയുള്ള ഈ 3 അവയവങ്ങളെ ബാധിക്കുന്നതാണ് ലാർജ്ലി നമ്മൾ മെജോറിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് മൈക്രോ വാസ്കുലർ, അല്ലെങ്കിൽ ചെറിയ രക്തകോശങ്ങൾ വഴി ഉണ്ടാകാവുന്ന ഓർഗൻ ഡാമേജ്. മെയിൻ പിന്നെ കുറച്ചുകൂടെ വലിയ രക്തകോശങ്ങൾ സംബന്ധമായിട്ടുണ്ടാകുന്ന ഡാമേജസിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതായിട്ടുള്ള ഹാർട്ട് അറ്റാക്സ്, പിന്നെ സ്ട്രോക്ക്, പിന്നെ പെരിഫറൽ വാസ്കുലർ, ചാലലിലുള്ള രക്തഓട്ടം കുറയുക. ഇതാണ് അതിൻ്റെ പ്രൈമറിലി നമ്മളൊരു ബ്രോഡായിട്ട് നമ്മളതിനെ തരംതിരിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയും. അപ്പം ഈ വെരിക്കോസും ഷുഗറും റിലേറ്റഡ് ആയിരിക്കും? അല്ല, വെരിക്കോസ് ഒരു ഇച്ചിരി വ്യത്യാസമാണ്. കാരണം വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പ്, അതായത് നമുക്കറിയാം നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ രക്തത്തിൻ്റെ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടുള്ള രക്തം രക്തധമനികളിലൂടെ നമ്മുടെ അവയവങ്ങളിലേക്ക് ചെല്ലുന്നു. അതിൽ നിന്ന് ഓക്സിജനും മറ്റു കാര്യങ്ങളും എടുത്തിട്ട് ബാക്കി വരുന്ന അശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിലെ ഞരമ്പിൽ കൂടെ തിരിച്ച് വന്ന് ഹൃദയത്തിലേക്ക് കയറുന്നു. ഈ ഞരമ്പിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അമിതമായ വികസനത്തിനാണ്, പ്രത്യേകിച്ചും കാലയിൽ കാണുന്നതിനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് ഷുഗറുമായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ല. മറ്റേതുണ്ട്, അതായത് അങ്ങോട്ട് ചെല്ലുന്ന രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളുണ്ട്, അത് ഷുഗറായിട്ട്. ഈ മധുരം കഴിക്കുന്നതാണല്ലോ മെയിനായിട്ട് വരുന്നത്. അപ്പം ചില ആൾക്കാർ പറയും പഞ്ചസാരയ്ക്ക് പകരം ഷുഗറിന് പകരം ഉപയോഗിച്ചാൽ ഇതിനെ ഡയബറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് എങ്ങനെയാണ്? തെറ്റിദ്ധാരണ തന്നെയാണ്. അതിന് അതേ പദവി ഉപയോഗിക്കാനുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മധുരമുള്ള ഒരു സാധനം ഇതിനകത്ത് വരുന്നില്ല. കൂടി വന്നാൽ അതിനകത്ത് മധുരമുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ദീർഘകാലം കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ അത്യാവശ്യം ഞങ്ങൾ പറയാറുണ്ട്, അത്ര വെച്ച് നമുക്കൊരു ശകലം മധുരം നാവയിൽ കിട്ടണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ വേണമെങ്കിൽ ഒരു ഗുളിക വല്ലതും ചായക്കകത്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ നിത്യം അത് പാടില്ല. കാരണം അതും ചിലപ്പം അല്പം ഷുഗർ കൂടുന്നത് മാത്രമല്ല, ശരീരത്തിൽ മറ്റു പല ദോഷങ്ങളും ഉണ്ടാക്കാം. അത് നിത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. പിന്നെ വല്ലപ്പോഴും എടുക്കുന്നതിന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. പക്ഷേ പ്രൈമറിലി നമ്മൾ ഷുഗറിൻ്റെ ഏതൊരു ഫോമും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ശർക്കര നോക്കിക്കാലും നമ്മൾ തേൻ ഉപയോഗിച്ചാലും ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഷുഗറിൻ്റെ യൂണിറ്റ്സ് അടങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഷുഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 സുക്രോസ് യൂണിറ്റ് ഒരുമിച്ച് കൂടുന്നതാണ്. ഹണി എന്ന് പറയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ തേൻ എന്ന് പറയുമ്പോൾ ഷുഗറും ഫ്രക്ടോസും. ഇത് ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ വീണ്ടും ഗ്ലൂക്കോസാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തരത്തിലും ഉള്ളതായ ഈ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്ന ശർക്കര ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ തേൻ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്? ഒരു തരത്തിലും അതും തെറ്റിദ്ധാരണ തന്നെയാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാനുള്ളൊരു കാര്യം തന്നെ, നിങ്ങൾക്കൊരു ആഹാരം നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്കത് ഷുഗർ കൂടുമോ ഇല്ലയോ എന്ന് സംശയമുണ്ടോ? ഒരു ഗ്ലൂക്കോമീറ്റർ നിങ്ങൾ മേടിക്കുക, ആ ആഹാരം നിങ്ങൾ കഴിക്കുക, 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ അത് വീട്ടിൽ തന്നെ ഷുഗർ നോക്കുക. അത് കൂടുതലുണ്ടെങ്കിൽ അത് ഷുഗർ കൂടുതലാണ്, അത് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം അതാണ്. കുറേ ആൾക്കാർ ആയുർവേദ മരുന്നിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പാരലലി അവർ തേൻ വെള്ളം കുടിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഈ ഷുഗർ വന്ന പേഷ്യൻസിന് അത് റിക്കവർ ആവാനുള്ള ചാൻസസ് എങ്ങനെയാണ്? ഒരു തവണ ഷുഗർ കാണിച്ചു, എന്നാൽ അത് പിന്നീട് കാണിക്കാതിരിക്കാനുള്ള ചാൻസസ്? ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഷുഗർ ഒരു നിയന്ത്രിക്കുന്ന അസുഖമാണ്, ഒരു ക്യൂറബിൾ അസുഖമല്ല. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു പനി അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു, നമ്മൾ ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് എടുത്തു, അത് ഒരാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് എടുത്താൽ ന്യൂമോണിയ മാറി, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വരണമെന്നില്ല. പക്ഷേ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇത്യാദി കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നിയന്ത്രിക്കുന്ന അസുഖങ്ങളാണ്, നമ്മളതിനെ ശരീരത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന അസുഖങ്ങളല്ല. ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും, പ്രൊവൈഡഡ് അത് ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ. പക്ഷേ ആഹാര നിയന്ത്രണം, ജീവിതശൈലി നിയന്ത്രണം പ്ലസ് മരുന്നും കൂടെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും കൂടെ ആണെങ്കിൽ പോലും അത് നമ്മൾ ജീവിതാവസാനം വരെ നമ്മളത് കൊണ്ടുപോയി അങ്ങനെ നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇപ്പം സാറിന് ഷുഗർ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താ ഉള്ളത്? ഒന്ന്, ഷുഗർ രോഗി ഉള്ള വീട്ടിൽ അവരുടെ മറ്റ് അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, അവരുടെ ആവശ്യങ്ങളെ നമ്മളൊന്ന് പരിഗണിക്കണം. അതായത് ഓരോരു ഷുഗർ രോഗിയാന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് അയ്യോ നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവർ നമ്മളെപ്പോലെ തന്നെ നമുക്ക് ജീവിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. പിന്നെ അവർക്കുള്ള ആഹാരത്തിൽ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടെ അവർക്ക് അതിനൊരു ബോധവൽക്കരണം, അവർക്ക് നമ്മളിപ്പോൾ ഡോക്ടർമാരോട് പറയുന്ന പോലെ തന്നെ അത് ശ്രദ്ധിക്കുകയും കൂടെ അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ അവരോട് അത് അവർക്ക് കൺവേ ചെയ്തുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്താ
ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നത് തുടരുതെന്ന് പറഞ്ഞാൽ അത് തൊട്ടുക തന്നെ ചെയ്യും. പക്ഷെ അത് നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കുറച്ചുകൂടെ സൗഹൃദപരമായ രീതിയിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലായിരുന്നാലും നമ്മൾ ചില ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നോക്കുമ്പോൾ പ്രായം ഇച്ചിരി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ മക്കളെല്ലാം വെളിയില്ല വരുമ്പോൾ മിക്കവാറും ചോക്ലേറ്റും ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്, അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവരോട് അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഇത്ര മതി, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി ഇത്രയും കഴിപ്പിച്ചെടുത്ത് അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരാൻ അവരോട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ഒട്ടും ആഹാരം കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. വേണ്ടുന്ന ആഹാരങ്ങൾ ആ ഷുഗറിൻ്റെ നിയന്ത്രണത്തിനുള്ള മാനദണ്ഡത്തിനനുസരിച്ച് അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആഹാര രീതിയിൽ നമുക്ക് അവരെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഷുഗർ രോഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുടുംബാംഗങ്ങൾ കാണിക്കേണ്ട ഒരു സമീപനം. ബാക്കി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ബന്ധത്തിലുള്ളവരാണെങ്കിൽ അവരുടെ ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. പ്രത്യേകിച്ചും ഡയറക്റ്റ് റിലേറ്റീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളായിട്ട് പ്രത്യേകിച്ചും. അപ്പം അവരുടെ ഷുഗർ ലെവൽ പോയി ചെക്ക് ചെയ്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി എല്ലാ വർഷവും അതൊന്ന് നോക്കി വെക്കുന്നതാണ് നല്ലത്. ജീവിത രീതിയിൽ അവർ അന്നേരം തൊട്ട് തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം, വെയിറ്റ് അമിതമായി കൂടാതെ. അവരുടെ കുഞ്ഞുങ്ങളെ അതുപോലെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. വെറുതെ നമ്മൾ വീട്ടിൽ അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരിക്കരുത്. കളിക്കാൻ കിട്ടുന്ന അവസരത്തിൽ പോയി ചെന്ന് കളിക്കുക, ഫ്രണ്ട്സിനെ കൂട്ടിയെടുത്ത് ആ ശരീര വ്യായാമം മെയിൻറ്റെയിൻ ചെയ്യുക, വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കുക, ശരിയായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെളിയിൽ പോയി ആഹാരം കഴിക്കാനൊക്കെ ഉള്ളതായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ചൂസ് ചെയ്ത്, അതായത് നമുക്ക് പോഷകമായിട്ടുള്ളതും നമുക്ക് അമിതം വണ്ണം കൂട്ടാത്തതുമായിട്ടുള്ള ആഹാരം നമ്മൾ തിരഞ്ഞെടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക നമ്മൾ ചെയ്യും. പിന്നെ ആ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ പ്രത്യേകിച്ചും ഇന്ന സമയത്ത് വന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ ഫോളോ അപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ കണ്ടതിൻ്റെ പേഷ്യൻസിൻ്റെ അത് ഷുഗർ കൺട്രോൾ വിട്ടിട്ട് മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫോളോ അപ്പ് ഇല്ലാത്തതാണ്. ചിലപ്പോൾ അത് 1 മാസം കഴിഞ്ഞ് വരാനായിരിക്കും, 3 മാസം കഴിഞ്ഞാട്ടേ വരാൻ. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ അത് അതുപോലെ പാലിച്ച് ഷുഗർ ശരിയാണെന്നുള്ളത് നോക്കിയെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ഇന്നിപ്പം ഓണം ആയതുകൊണ്ട് എല്ലാവരും പായസമൊക്കെ കുടിച്ച് ഇരിക്കുന്നതായിരിക്കും. അപ്പം ആ പേഷ്യൻസിന് വേണ്ടിയിട്ട് സാറിന് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഓണം ആയിക്കൊണ്ട് ഇപ്പം പായസം കുടിക്കരുത് എന്ന് എനിക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ സദ്യയുടെ ചിലപ്പോൾ ഒരു അളവ് നമുക്കൊന്ന് മാറ്റാൻ പറ്റും. കാരണം സദ്യക്ക് നമുക്കൊരു ഇല നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ അത് കാണുന്ന ചോറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടാനൊക്കെ ഇങ്ങനെ കുറച്ചേ കാണത്തുള്ളൂ. അതെല്ലാം രണ്ടാമത്തെ പ്രാവശ്യം വിളമ്പുന്ന കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് പിന്നെ കൂട്ടത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് 2 തരം പായസം കാണും, അതിൻ്റെ അകത്ത് പഴവും കാണും, ശർക്കര വരട്ടിയതും കാണും. ഇതെല്ലാം ഒഴിവാക്കില്ല ഏതെങ്കിലും ഒരെണ്ണം, അതും അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു മില്ലി കണക്ക് പറയുകയാണെങ്കിൽ ഒരു 30 മില്ലി മാക്സിമം എടുത്താൽ മതി. നമ്മൾ അതുപോലെ തന്നെ ഇപ്പം സദ്യക്ക് നമ്മൾ കൂടുതൽ അവരോട് പച്ചക്കറി വിളമ്പാൻ പറയുക. ഈ ചോറ് ഏകദേശം ഒരു മൂലയ്ക്ക് നിൽക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ ചോറൊരു കൂട്ടാൻ്റെ അളവും കൂട്ടാൻ ചോറിൻ്റെ അളവും ആക്കിയെടുത്ത്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മധുരത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആ 3-4 കൂട്ടങ്ങളങ്ങ് ഒഴിവാക്കിയിട്ട് ഒരെണ്ണത്തിൻ്റെ ഒരു 30 cc മാത്രം എടുത്ത് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ തൊക്കതായ എന്തെങ്കിലും കമർപ്പുണ്ടെങ്കിൽ മാറ്റാൻ മാത്രം നമ്മളൊരു മധുരം ഉപയോഗിച്ചു. അത്രയും കൊണ്ട് നമ്മുടെ സദ്യ ക്ലോസ് ചെയ്യുക. അതാണ് ഓണത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. മാധുര്യമേറിയ ഓർമ്മകളും മധുരമേറിയ വിഭവങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഈ ഓണം. അതോടൊപ്പം മറക്കാതിരിക്കുക ഈ പ്രമേഹവും. ആരോഗ്യപൂർണമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ദിസ് ഈസ് എൽഷ സൈനിങ് ഓഫ്. താങ്ക് യു.